ഹായ് ഓൾ, എൻ്റെ പേര് റീവ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷിൽ ഗ്രാമറിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഫാക്ടർ ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഡിറ്റർമിനൻസ് ആണ് ഇന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡിറ്റർമിനൻസ് പല രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ പല ടൈപ്പ് അല്ലെങ്കിൽ പല രീതിയിൽ നമുക്ക് ഇത് പഠിച്ചിട്ടുണ്ട്, നമുക്ക് അറിയുകയും ചെയ്യാം. പക്ഷെ ഇതിനെയൊക്കെ കുറച്ച് നമ്മൾ ഒരുമിച്ച് കൊണ്ടുവന്ന് ഇതിനൊരു പുതിയ ടേം അല്ലെങ്കിൽ പുതിയ ടേം അല്ല, ഓൾറെഡി നമ്മൾ ടേമിൽ കൊണ്ടുവരുവാണ് അല്ലെങ്കിൽ ഒരു ടേമിൻ്റെ അണ്ടറിൽ കൊണ്ടുവരുവാണ്. ഡിറ്റർമിനേഴ്സ് എന്ന് പറഞ്ഞ് അതിൻ്റെ അണ്ടറിൽ കൊണ്ടുവരുവാണ്. നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷെ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വരും അല്ലെങ്കിൽ ഡിറ്റർമിനേഴ്സ് എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ നോക്കിയിട്ട് നമ്മൾ ക്ലാസ്സിലേക്ക് പോകണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിറ്റർമിനേഴ്സ് എന്താണെന്ന് നമ്മൾ പറയും, അതുപോലെ തന്നെ ഇതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് പറയും, പിന്നെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് ഉള്ളൊരു ടോപ്പിക് അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷൻ ആയിരിക്കും ഇന്ന് നമ്മൾ കാണുന്നത്. അപ്പോൾ ഡിറ്റർമിനൻസിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും നമ്മുടെ ഈ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. യെസ്, അപ്പോൾ ഡിറ്റർമിനൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് എടുത്ത് നോക്കാം. എന്താണ് ഡിറ്റർമിനൻസ്? അപ്പോൾ ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് അങ്ങനെ ബൈ ഹാർട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താണെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ നോക്കുന്നൊരു കാര്യമാണ് ഇതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിറ്റർമിനൻസ് ആർ വേർഡ്സ് ദാറ്റ് കം ബിഫോർ നൗൺസ് ടു പ്രൊവൈഡ് മോർ ഇൻഫർമേഷൻ അബൌട്ട് ദ നൗൺസ് ദേ റെഫർ ടു. എന്താണ് ഇവിടെ പറയുന്നത്? ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത് നൗണിന് മുമ്പായിട്ട്, ബിഫോർ നൗൺ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. നൗണിന് മുമ്പായിട്ട് വരുന്ന ഒരു വേർഡാണ് ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞാൽ. ഇനി ഇതെന്താണ് ചെയ്യുന്നത്? നമ്മുടെ ഡിറ്റർമിനൻസ് എന്താണ് ചെയ്യുന്നത്? ടു പ്രൊവൈഡ് മോർ ഇൻഫർമേഷൻ അബൌട്ട് ദ നൗൺസ് ദേ റെഫർ ടു. അപ്പോൾ ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞാൽ നൗണിന് മുമ്പായിട്ട് വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഡിറ്റർമിനേഴ്സ് എന്ന് പറഞ്ഞാൽ. ബിഫോർ നൗൺ, ബിഫോർ നൗൺ, അതെപ്പോഴും ശ്രദ്ധിക്കുക. ബിഫോർ നൗൺ, ബിഫോർ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ബിഫോർ നൗൺ, നൗണിന് മുമ്പായിട്ട് വരുന്നതാണ് നമ്മുടെ ഡിറ്റർമിനേഴ്സ്. ഓക്കെ, നൗണിന് മുമ്പായിട്ട് വരുന്നത് ഡിറ്റർമിനേഴ്സ്. ഓക്കെ, അഗെയിൻ എന്തിനാണ് നമ്മൾ ഈ ഡിറ്റർമിനേഴ്സ് യൂസ് ചെയ്യുന്നത്? ടു പ്രൊവൈഡ് മോർ ഇൻഫർമേഷൻ അബൌട്ട് നൗൺ. ഒരു നൗണിനെ പറ്റി കൂടുതൽ ഇൻഫർമേഷൻ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡിറ്റർമിനൻസ് യൂസ് ചെയ്യുന്നത്. ദേ ഹെൽപ്പ് സ്പെസിഫൈ വിച്ച് നൗൺ യു ആർ ടോക്കിംഗ് അബൌട്ട്. നമ്മൾ ഏത് നൗണിനെ പറ്റിയാണോ പറയുന്നത് അതിനെ ഒന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വേർഡാണ് നമ്മൾ ഡിറ്റർമിനേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡെഫിനിഷനിൽ നമുക്ക് 3 പോയിന്റ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഒന്ന്, ഡിറ്റർമിനേഴ്സ് എന്ന് പറഞ്ഞാൽ നൗണിന് മുൻപ് വരുന്ന ഒരു വേർഡ് ആയിരിക്കും ഡിറ്റർമിനേഴ്സ്. അത് നമ്മുടെ ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് തരുന്നു. ടു പ്രൊവൈഡ് മോർ ഇൻഫർമേഷൻ അബൌട്ട് ദ നൗൺ. ഇപ്പൊ നൗണിന് മുൻപ് വരുന്നു, ബിഫോർ നൗൺ, ആൻഡ് ദേ ആർ ഗിവിംഗ് us മോർ ഇൻഫർമേഷൻ അബൌട്ട് ദ നൗൺ. നൗണിനെ പറ്റി കൂടുതൽ ഇൻഫർമേഷൻ തരുന്നു. ആൻഡ് മൂന്നാമത്തെ പോയിന്റ് എന്താണ്? നമുക്ക് അല്ലെങ്കിൽ നമ്മൾ പറയാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആ നൗണിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ആ നൗണിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നു. മൂന്നാമത്തെ പോയിന്റ് സ്പെസിഫൈ ചെയ്യുന്നു. അപ്പോൾ ഡിറ്റർമിനൻസിന്റെ ഫീച്ചേഴ്സ് ചോദിക്കില്ല, പക്ഷെ ഞാൻ പറയാണ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം, അല്ലേ? യെസ്, അപ്പോൾ ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞാൽ നൗണിന് മുമ്പ് വരുന്നു. ഡിറ്റർമിനൻസ് ആർ വേർഡ്സ് ദാറ്റ് കം ബിഫോർ നൗൺ. ഓക്കെ, എന്തിനാണ് ഇവർ നൗണിന് മുമ്പ് വരുന്നത്? യെസ്, നൗണിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇവരെന്ത് ജോലിയാണ് അവിടെ ചെയ്യുന്നത്? നമ്മുടെ നൗണിനെ, നമ്മൾ പറയാൻ പോകുന്ന നൗണിനെ ഒന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡിറ്റർമിനേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഫങ്ഷൻസ്. ഈ ഡിറ്റർമിനേഴ്സ് നമ്മളൊരു സെന്റൻസിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, യെസ്, അപ്പോൾ ഡെഫിനിഷൻ വൈസ് നമുക്ക് നോക്കാം. Determinants play a crucial role in constructing meaningful sentence. നമ്മൾ ഡിറ്റർമിനൻസ് എന്തൊക്കെയാണെന്ന് കണ്ടു. നൗണിന് മുമ്പ് യൂസ് ചെയ്യും, അത് നൗണിനെ പറ്റി ഇൻഫർമേഷൻ നമുക്ക് തരും, അല്ലെങ്കിൽ അത് കുറച്ചുകൂടി നൗണിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു കണ്ടു. പക്ഷേ ഒരു സെന്റൻസിൽ നമ്മളൊരു ഡിറ്റർമിനന്റ് കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ ഡിറ്റർമിനൻസ് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ഫംഗ്ഷൻ, അതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അപ്പോൾ ഒരു സെന്റൻസിൽ ഇതിനെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഇവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഫങ്ഷൻ ഇൻ സെന്റൻസ്. ഓക്കെ, അപ്പോൾ ഡിറ്റർമിനൻസ് പ്ലേ ക്രൂഷ്യൽ റോൾ ഇൻ കൺസ്ട്രക്ടിങ് മീനിങ്ഫുൾ സെന്റൻസ്. ഒരു സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് അത്യാവശ്യം ക്രൂഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് പ്ലേ ചെയ്യുന്ന ഒരു ആളാണ് നമ്മുടെ ഈ ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞാൽ, ഡിറ്റർമിനേഴ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി ഇവർ എന്ത് റോളാണ് പ്ലേ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ദേ ഹെൽപ്പ് ടു കൺവേ ദ ഇന്റൻഡഡ് മീനിങ്. അവര് അതിൻ്റെ അകത്തുള്ള ആ ഒരു മീനിങ്, ഇന്റൻഡഡ് മീനിങ് എന്താണെന്നും അതുപോലെ തന്നെ കോണ്ടെക്സ്റ്റ് ഓഫ് ദ നൗൺ ദേ മോഡിഫൈ.
ഇവർ ഏത് നൗണിനെയാണോ മോഡിഫൈ ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞു നൗണിനെ സ്പെസിഫൈ ചെയ്യുന്നൊക്കെ പറഞ്ഞു. അപ്പം ഏത് നൗണിനെയാണോ ഇവർ മോഡിഫൈ ചെയ്യുന്നത് അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ ഏത് കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്, ഇതൊക്കെ കാണിച്ചു തരുന്നതാണ് നമ്മുടെ ഡിറ്റർമിനൻസ്. അപ്പൊ സെന്റൻസിൽ ഇതിനെ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? യെസ്, നമുക്കറിയാം സെന്റൻസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു റോളാണ് നമ്മുടെ ഡിറ്റർമിനൻസ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിറ്റർമിനൻസിന് ഉള്ളതെന്ന് നമുക്കറിയാം. അപ്പൊ എന്തൊക്കെയാണ് അവര് ഈ പറയുന്ന നൗണിന്റെ അല്ലെങ്കിൽ ആ ഒരു സെന്റൻസിൽ ഇതിന്റെ മീനിങ്, എന്ത് മീനിങ് ആണ് നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു തരും. അതുപോലെ തന്നെ നൗൺ നമ്മൾ ഏത് കോണ്ടെക്സ്റ്റിലാണ് യൂസ് ചെയ്യുന്നത് ഇതൊക്കെ പറഞ്ഞു തരും. ഇനി എക്സാമ്പിൾ നോക്കാം. അപ്പൊ ഇത്രയും നേരം നമ്മൾ ഡിറ്റർമിനൻസ് എന്താണെന്ന് പറഞ്ഞു നോക്കി. നമുക്ക് ഇനി എക്സാമ്പിളോടെ കാണാം, അപ്പൊ കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആകും. ഓക്കെ, ഐ വോണ്ട് ദ ബുക്ക്. ഇവിടെ ഐ വോണ്ട് ദ ബുക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കാം, അവിടുത്തെ ഡിറ്റർമിനർ എന്ന് പറഞ്ഞാൽ ദ ആണ്. ഏതൊക്കെയാണ് ഡിറ്റർമിനേഴ്സ് എന്ന് വരുന്നത് ഞാൻ പറയാം. ഈ ഒരു എക്സാമ്പിൾ കാണിക്കുമ്പോൾ ഈ ഡിറ്റർമിനേഴ്സിന്റെ ഫംഗ്ഷൻ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൂ ഈ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഐ വോണ്ട് ദ ബുക്ക്. ഇവിടെ ആർട്ടിക്കിൾ ദ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സെന്റൻസിൽ നമുക്ക് നോക്കാം, ഐ വോണ്ട് എ ബുക്ക്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ആർട്ടിക്കിൾ എ. അപ്പൊ ഈ ആർട്ടിക്കിൾ എയും ആർട്ടിക്കിൾ ദ ഇത് രണ്ടും ഡിറ്റർമിനേഴ്സ് ആണ്. പക്ഷേ ഒരു സെന്റൻസ് എടുത്തിട്ട് രണ്ട് ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ രണ്ട് ഡിറ്റർമിനൻസ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഡിഫറൻസ്. ഓക്കെ, രണ്ടും ഒരേപോലെയാണോ ഈ സെന്റൻസ്? ഐ വോണ്ട് ദ ബുക്ക്, ഐ വോണ്ട് എ ബുക്ക്. രണ്ടും നമുക്കൊരു ബുക്ക് വേണം തന്നെയാണ്, പക്ഷെ ഇതിന്റെ മീനിങ് ഡിഫറെന്റ് ആണ്. നമുക്ക് നോക്കാം ആദ്യത്തെ സെന്റൻസ്, ഐ വോണ്ട് ദ ബുക്ക്. എനിക്ക് ഐ വോണ്ട് ദ ബുക്ക് എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ സ്പെസിഫൈ ചെയ്ത് പറയാണ്, എനിക്ക് ആ ബുക്ക് തന്നെ വേണം. ചിലപ്പോൾ ഞാൻ വാങ്ങിയ ഒരു ബുക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഞാൻ കാണിക്കുന്ന ആ ബുക്ക് തന്നെ എനിക്ക് വേണം. അടുത്തതിൽ ഐ വോണ്ട് എ ബുക്ക്. അവിടെ എനിക്ക് ഏത് ബുക്ക് കിട്ടിയാലും കുഴപ്പമില്ല, എനിക്ക് ഏതെങ്കിലും ഒരു ബുക്ക് കിട്ടിയാൽ മതി. അപ്പോൾ ഐ വോണ്ട് ദ ബുക്ക് എന്ന് പറയുമ്പോൾ അവിടെ ആർട്ടിക്കിൾ ദ എന്ന് പറയുന്നത് അതൊരു ഡിറ്റർമിനന്റ് ആണ്. അപ്പൊ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ദ ആയതുകൊണ്ട് തന്നെ ഓരോന്നിനും ഓരോ ഫംഗ്ഷൻ ആണ്, ഓരോ ഡിറ്റർമിനൻസിനും ഓരോ ഫംഗ്ഷൻ ആണ്. അപ്പൊ നമുക്ക് നോക്കാം, ഐ വോണ്ട് ദ ബുക്ക്, ഐ വോണ്ട് ദ ബുക്ക്. അവിടെ ആർട്ടിക്കിൾ ദ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? എനിക്ക് അവിടെ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു ബുക്ക് വേണം. ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ വാങ്ങിച്ച ഒരു ബുക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ള ഒരു ബുക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഞാൻ ആരോടാണോ സംസാരിക്കുന്നത് എൻ്റെ ലിസണറിനോടുള്ള അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള ഒരു ബുക്ക് ആയിരിക്കാം. അപ്പോ ആ ഒരു സ്പെസിഫിക് ബുക്ക് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ആർട്ടിക്കിൾ ദ യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അടുത്ത സെന്റൻസിൽ എന്താണ് വരുന്നത്? ഐ വോണ്ട് എ ബുക്ക്. അവിടെ എനിക്ക് ഒരു ബുക്ക്, ഐ വോണ്ട് എ ബുക്ക്, ഒരു ബുക്കാണ് വേണ്ടത്, രണ്ടിടത്തും ഒരു ബുക്കാണ്. പക്ഷെ എനിക്ക് ഏത് ബുക്ക് കിട്ടിയാലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു ബുക്ക് കിട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ ഓരോ ഡിറ്റർമിനൻസും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള റോളാണ് അവര് പ്ലേ ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് നോക്കാം ഇതിന്റെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. ഇതൊക്കെ ജസ്റ്റ് ഒരു ബേസ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. നമുക്ക് മെയിൻ ആയിട്ട് ഏതൊക്കെ ടൈപ്പ് ആണെന്ന് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതിനു മുമ്പ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ആദ്യം നമുക്ക് ഈ ഡിറ്റർമിനൻസ് ഒരു നൗണിനെ മോഡിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. നമ്മൾ ആദ്യത്തെ ഡെഫിനിഷനിൽ തന്നെ നമ്മൾ ഒരു ചെറുതായിട്ടൊരു ഹിന്റ് നമുക്ക് കിട്ടിയായിരുന്നു അല്ലേ? മോഡിഫൈ നൗൺസ്. യെസ്, ഡിറ്റർമിനൻസ് മോഡിഫൈ നൗൺസ് which means they provide additional information about the noun that follows. അപ്പോൾ ഒരു നൗണിനെ മോഡിഫൈ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ എന്തെങ്കിലും ഒരു വസ്തുവിനെ, എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ മോഡിഫൈ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു റൂം അല്ലെങ്കിൽ നമുക്കുള്ളൊരു സ്പേസ് നമ്മളതൊരു മോഡിഫൈ ചെയ്യുന്നു പറയുമ്പോൾ എന്താണ്? അതിനെ കുറച്ചുകൂടി ഒന്ന് പുത്തനാക്കി അല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടി ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്ത് ക്ലീൻ ആക്കി ഒരു പുതിയ ലുക്കൊക്കെ കൊടുക്കും അല്ലേ? അത് തന്നെയാണ് നമ്മുടെ ഡിറ്റർമിനൻസും ചെയ്യുന്നത്. ആ നൗണിനെ വെറുതെ അങ്ങനെ കൊടുക്കാണ്ട് കുറച്ചുകൂടെ ഒന്ന് മോഡി കൂട്ടി നമ്മൾ അവിടെ കൊടുക്കും, അല്ലെങ്കിൽ അതിനാണ് മോഡിഫൈ ചെയ്യുന്നത് പറയുന്നത്. ഡിറ്റർമിനൻസ് മോഡിഫൈ നൗൺസ്. എങ്ങനെയാണ് മോഡിഫൈ ചെയ്യുന്നത്? മോഡിഫൈ ചെയ്യുന്നു നമുക്കറിയാം. എങ്ങനെയാണ് മോഡിഫൈ ചെയ്യുന്നത്? They provide additional information about the noun. അവർ ഏത് നൗണിന്റെ കൂടെയാണോ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെ നമ്മൾ ഏത് നൗണിന്റെ കൂടെയാണോ ഉപയോഗിക്കുന്നത്, അവരെ പറ്റി അല്ലെങ്കിൽ ആ നൗണിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് തരുന്നു. അപ്പൊ നേരത്തെ നമ്മൾ കണ്ടു രണ്ട് എക്സാമ്പിൾ കണ്ടു. ഐ വോണ്ട് ദ ബുക്ക്, ഐ വോണ്ട് എ ബുക്ക്. ഇവിടെ ബുക്ക് എന്ന നൗൺ, ബുക്ക് എന്നത് ഒരു നൗൺ ആണ് അല്ലേ? അപ്പൊ ഈ ബുക്ക് എന്ന നൗണിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഇൻഫർമേഷൻ ആണ് ഈ ഡിറ്റർമിനൻസ് നമുക്ക് അവിടെ തന്നത്. ആദ്യത്തേല് ആ സ്പെസിഫിക് ബുക്ക് വേണം എന്നുള്ളതും, രണ്ടാമത്തേതില് ഏതെങ്കിലും ഒരു ബുക്ക് മതി എന്നതും നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ ആണ്. ഡിറ്റർമിനന്റ് വെച്ച് കിട്ടിയ ഒരു ഇൻഫർമേഷൻ ആണ് നമുക്ക്. യെസ്, അപ്പൊ നൗണിനെ മോഡിഫൈ ചെയ്യുന്നു എന്ന് പറഞ്ഞു. Determiners modify nouns, which means
they provide additional information about the noun that follow. ആ ഒരു നൗണിനെ മോഡിഫൈ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഒരു നൗണിനെ പറ്റിയിട്ടുള്ള അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ അവർ കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റ് ക്ലിയർ ആണല്ലോ. അടുത്തത്, ഇനി അടുത്ത ഫീച്ചർ എന്താ നമുക്ക് നോക്കാം. സ്പെസിഫൈ ഓർ ഐഡന്റിഫൈ നൗൺ. സ്പെസിഫൈ ചെയ്യുന്നു. നേരത്തെ ഞാൻ പറഞ്ഞു ചില കാര്യങ്ങളെ പറ്റി അല്ലെങ്കിൽ ആർട്ടിക്കിൾ ദ യൂസ് ചെയ്ത് നമ്മൾ സ്പെസിഫൈ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നെന്ന് പറഞ്ഞു. അപ്പൊ അത് നമ്മുടെ ഡിറ്റർമിനേഴ്സിന്റെ ഒരു ഫീച്ചറും കൂടെയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. Determiners specify or identify the nouns they refer to. ഏത് നൗണിനെ പറ്റിയാണോ പറയുന്നത് അതിനെ ഒന്ന് സ്പെസിഫൈ ചെയ്ത് പറയുന്നു. ജനറൽ ആയിട്ട് പറഞ്ഞു പോവുക മാത്രമല്ല ചെയ്യുന്നത്, സ്പെസിഫൈ ചെയ്യുന്നു. നമുക്കൊരു പ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ജനറൽ കേസ് അല്ലാണ്ട് പറയുമ്പോൾ അവിടെ ഇതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഇന്ന ഒരു നൗണിനെ പറ്റിയിട്ടാണ് പറയുന്നതെന്ന് സ്പെസിഫൈ ചെയ്യുന്നു. ആ നൗണിനെ കൂടുതലൊന്ന് എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിറ്റർമിനേഴ്സ് യൂസ് ചെയ്യാം. അത് മാത്രമല്ല, ഏത് ആണ് നൗണ്, ചിലപ്പോൾ ഒരു സെന്റൻസിൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ നൗൺസ് കാണാം. അപ്പോൾ ഏത് നൗണിനെ പറ്റിയാണ് അവർ പറയുന്നത് എന്നതിനെ അല്ലെങ്കിൽ ആ ഒരു നൗണിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏത് നൗണിനെ പറ്റിയാണ് പറയുന്നതെന്ന് അല്ലെങ്കിൽ നൗണിനെ നമ്മൾ പറയുന്ന നൗൺ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ടും കൂടെ നമ്മുടെ ഡിറ്റർമിനേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. രണ്ടാമത്തെ പോയിന്റ് ആണ് സ്പെസിഫൈ ചെയ്യുന്നു അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യുന്നു എന്നത്. They can indicate whether the noun is specific or general, known or unknown. ഇവിടെ എന്താ പറയുന്നത്, സ്പെസിഫൈ ചെയ്യാനും അല്ലെങ്കിൽ നൗണിനെ ഐഡന്റിഫൈ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു പറയുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഡിറ്റർമിനേഴ്സിന് ഈ പറയുന്ന നൗൺ സ്പെസിഫിക് ആയിട്ടുള്ള നൗൺ ആണോ അല്ലെങ്കിൽ നമ്മൾ ജനറൽ കേസിൽ പറയുന്ന നൗൺ ആണോ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന നൗൺ ആണോ അതും അല്ലെങ്കിൽ നമുക്ക് അറിയില്ലാത്ത നൗൺ ആണോ എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഡിറ്റർമിനേഴ്സ് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ എക്സാമ്പിൾസ് കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാകും. നമുക്ക് അടുത്ത ഫീച്ചറിലേക്ക് പോകാം. occur at the beginning of noun phrases. എന്താണ് occur at the beginning of the noun phrases എന്ന് പറഞ്ഞാൽ noun phrasesന്റെ മുമ്പ് ഇത് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. നൗൺ അല്ല, noun phrases. ഓക്കെ, അപ്പൊ നോക്കാം. Determiners always appear at the beginning of noun phrases. ഒരു നൗൺ ഫ്രേസിന്റെ മുമ്പായിട്ട് അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ ഈ ഡിറ്റർമിനേഴ്സ് കാണും. ദേ ആർ ദ ഫസ്റ്റ് വേർഡ്സ് ഇൻ എ നൗൺ ഫ്രേസ്. ഒരു നൗൺ ഫ്രേസിന്റെ ബിഗിനിങ്ങിൽ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ എന്താണ്, ഏറ്റവും ആദ്യത്തെ വേർഡ്സ് ആയിരിക്കും ദ ഫസ്റ്റ് വേർഡ്സ്. ആൻഡ് ആർ ഫോളോഡ് ബൈ ദ നൗൺ ദേ മോഡിഫൈ. അവര് മോഡിഫൈ ചെയ്യുന്ന ആ നൗണിന്റെ കൂടെ തന്നെ യൂഷ്വലി ഈ പറയുന്ന ഡിറ്റർമിനൻസ് ഒരു നൗൺ ഫ്രേസ് ഒക്കെ ആണെങ്കിൽ ആ ഒരു ഫ്രേസിന്റെ ഏറ്റവും തുടക്കത്തിൽ കാണാം. അതായത് ഏറ്റവും ആദ്യത്തെ വേർഡ്സ് ആയിട്ട് ആ നൗൺ ഫ്രേസിന്റെ ഏറ്റവും ആദ്യത്തെ വേർഡ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഡിറ്റർമിനേഴ്സ് എന്ന് പറഞ്ഞാൽ. അത് മാത്രമല്ല ഈ പറയുന്ന നൗണിനെ മോഡിഫൈ ചെയ്യും. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് മോഡിഫൈ ചെയ്യുക എന്നുള്ളത്. നമ്മളിപ്പം എല്ലാ പേജിലും നമ്മൾ കാണുന്ന അല്ലെങ്കിൽ എല്ലായിടത്തും നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഓരോ ഡെഫിനിഷനിലും നമ്മൾ കണ്ടിരുന്നു നൗണിനെ മോഡിഫൈ ചെയ്യുകയാണ് അല്ലെങ്കിൽ നൗണിനെ മോഡിഫൈ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ കണ്ടു അല്ലേ? അപ്പൊ നൗണിനെ മോഡിഫൈ ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. ഓക്കെ, യെസ്. ഇനി ഡു നോട്ട് ചേഞ്ച് ഫോം. അപ്പോൾ എന്താണ് ഈ ഫോം ചേഞ്ച് ചെയ്യില്ല എന്ന് പറയുന്നത്? നോക്കാം. Determiners do not change their form regardless of the gender, number or case of the noun they modify. Yes. Determiners ഞാൻ പറഞ്ഞു സ്പെസിഫൈ ചെയ്യാൻ യൂസ് ചെയ്യും, മോഡിഫൈ ചെയ്യുന്നു. പക്ഷെ മോഡിഫൈ ചെയ്ത് അവരുടെ ആ നമ്പറോ അല്ലെങ്കിൽ ജെൻഡറോ ഒന്നും മാറ്റുന്നില്ല. ഓക്കെ, ഇപ്പൊ നമ്മൾ മോഡിഫൈ ചെയ്യുന്നു പറയുമ്പോൾ മൊത്തത്തിലുള്ള മാറ്റമല്ല, ആ ഒരു നൗണിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇവർ മോഡിഫിക്കേഷൻ പ്രോസസ്സ് നടത്തുന്നത്. യെസ്. ഇനി അൺലൈക്ക് അഡ്ജക്റ്റീവ്സ് ദേ റിമെയിൻ ദ സെയിം ഇൻ ഡിഫറെന്റ് കോണ്ടെക്സ്റ്റ്. അപ്പോൾ ഇത്രയും പറയുമ്പോൾ തന്നെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. ഈ മോഡിഫയേഴ്സ് അഡ്ജക്റ്റീവ്സ് പോലെയാണ്. കാരണം അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാലും നമ്മുടെ നൗണിനെ മോഡിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ നൗണിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന കാര്യമാണ് നമ്മുടെ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ സംശയം അല്ലെങ്കിൽ കുറച്ച് പേർക്ക് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും ഇത്രയൊക്കെ പറയുമ്പോൾ ഇത് നമ്മുടെ അഡ്ജക്റ്റീവിന്റെ അരയിലും ആണോ എന്ന്. അല്ല, യെസ്. അപ്പൊ അഡ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ചില കോണ്ടെക്സ്റ്റിൽ മാറിക്കൊണ്ടിരിക്കും അല്ലേ? പക്ഷേ നമ്മുടെ ഡിറ്റർമിനേഴ്സ് ഏത് കോണ്ടെക്സ്റ്റിലാണെങ്കിൽ പോലും അവർ സെയിം ആയിട്ട് നിൽക്കും. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ടൈപ്സ് ഓഫ് ഡിറ്റർമിനേഴ്സിലേക്ക് പോകാം. നമുക്ക് 4 ടൈപ്സ് ആണ് പഠിക്കാനുള്ളത്. 4 ടൈപ്സ് ആണ് നമുക്ക് ഡിറ്റർമിനേഴ്സ് പഠിക്കാനുള്ളത്.
അപ്പോൾ ചില കേസിൽ അല്ലെങ്കിൽ ചില കോണ്ടെക്സ്റ്റിൽ 7 എണ്ണമൊക്കെ പറയും, പക്ഷെ അത് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് വരുന്നതാണ് ആ ബാക്കി 3 എണ്ണം കൂടെ. അപ്പം അത് നമുക്ക് അങ്ങനെ പഠിച്ചാൽ മതി. നമുക്ക് മെയിൻ ആയിട്ട് 4 ഡിറ്റർമിനേഴ്സ് ആണ് വരുന്നത്. അപ്പൊ ആദ്യത്തെ ഡിറ്റർമിനേഴ്സ് എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾസ് ആണ്. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതിൽ പലതും നമ്മൾ പലയിടത്തായിട്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന നമുക്ക് മൊത്തത്തിൽ എല്ലാം കൂടെ ഒരിടത്ത് കൊണ്ടുവരുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നതാണ്. പക്ഷെ അല്ല, നമുക്ക് ജസ്റ്റ് ഇത്ര നേരം ഒരു ഇൻട്രൊഡക്ഷൻ പോലെ മാത്രമാണ് നമ്മൾ കണ്ടത് അല്ലേ. അപ്പൊ ഇനിയുള്ള ഈ ക്ലാസ്സിൽ നമുക്ക് മൊത്തം നോക്കിയാൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഒന്നുകൂടി നമ്മുടെ ആ ഒരു ബേസ് ഒന്ന് സ്ട്രോങ് ആക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ആർട്ടിക്കിൾസ് നമ്മുടെ ഡിറ്റർമിനേഴ്സിന്റെ ഏറ്റവും ആദ്യത്തെ ടൈപ്പാണ്. 4 ടൈപ്പിൽ ആദ്യത്തേതാണ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾസ് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ആർട്ടിക്കിൾസ് ആർ എ ടൈപ്പ് ഓഫ് ഡിറ്റർമിനർ യൂസ്ഡ് ഇൻ ഇംഗ്ലീഷ് ഗ്രാമർ. നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറിൽ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പാണ് ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞത്. ദേ ആർ വേർഡ്സ് ദാറ്റ് ആർ യൂസ്ഡ് ബിഫോർ നൗൺസ് ടു ഇൻഡിക്കേറ്റ് വെദർ ദ നൗൺ ഈസ് സ്പെസിഫിക് ഓർ ജനറൽ. ആർട്ടിക്കിൾസ്, ഇനി നമ്മൾ ആർട്ടിക്കിൾസിനെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പോൾ ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നൗണിന് മുമ്പായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഡിറ്റർമിനേഴ്സ് നൗണിന് മുമ്പായിട്ടല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. യെസ്. ഇനി എന്തിനാണ് ഈ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യുന്നത്? നൗണ് ആർട്ടിക്കിൾ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ആർട്ടിക്കിളിന്റെ കൂടെ വരുന്ന നൗണ് നമ്മൾ സ്പെസിഫിക് ആയിട്ടാണോ യൂസ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ സ്പെസിഫിക് അല്ലാതെയാണോ യൂസ് ചെയ്യുന്നത് എന്നൊക്കെ കാണിക്കുകയാണ്. നമ്മൾ ആ ഒരു എക്സാമ്പിൾ കണ്ടായിരുന്നു അല്ലേ, അതിനകത്ത് നമ്മൾ പഠിച്ചു. എക്സാമ്പിളിൽ നമ്മൾ കണ്ടായിരുന്നു ഐ വോണ്ട് ദ ബുക്ക്, ഐ വോണ്ട് എ ബുക്ക്. ഈ ഒരു എക്സാമ്പിൾ തന്നെ നമ്മൾ കണ്ടിരുന്നു. ദ ബുക്ക് എന്ന് പറയുമ്പോൾ സ്പെസിഫൈ ചെയ്തിട്ട് അവിടെ ബുക്കിനെയും, അടുത്തത് എ ബുക്ക് എന്ന് പറയുമ്പോഴോ ബുക്കിനെ സ്പെസിഫൈ ചെയ്യുന്നില്ല. അപ്പൊ അത് തന്നെ ഇതിനൊരു എക്സാമ്പിൾ ആണ്. അപ്പൊ ആർട്ടിക്കിൾസ് ചെയ്യുന്നതും ഇത് തന്നെയാണ്. ആർട്ടിക്കിൾസ് സ്പെസിഫൈ ചെയ്യുന്നു, അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്യണോ വേണ്ടിയോ, ആ നൗണിനെ പറ്റി സ്പെസിഫിക് അല്ലെങ്കിൽ നൗണിനെ സ്പെസിഫൈ ചെയ്തിട്ടാണോ പറയുന്നത്, അല്ലെങ്കിൽ ജനറൽ കേസ് ആണോ പറയുന്നതെന്ന് ഉള്ളതൊക്കെ നമുക്ക് ആർട്ടിക്കിൾസ് കാണിച്ചു തരുന്നു. ദർ ആർ 2 types of articles. 2 types of articles ഉണ്ട്. ആർട്ടിക്കിൾസ് 3 എണ്ണമാണ്, എ ആൻഡ് ദ. ഇനി ആർട്ടിക്കിൾസിനെ മൊത്തത്തിൽ നമ്മൾ 2 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഡെഫിനിറ്റ് ആർട്ടിക്കിൾസും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസും. ഇതിന്റെ പേർപ്പസ് അനുസരിച്ച് നമ്മൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഡെഫിനിറ്റ് ആർട്ടിക്കിൾസും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും. യെസ്. അപ്പൊ നമുക്ക് ആർട്ടിക്കിളിനെ പറ്റി തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നോക്കാം അല്ലേ. അപ്പോ ആദ്യം നമുക്ക് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ നോക്കാം. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ ദ മാത്രമാണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. അപ്പൊ ഡെഫിനിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക, ഡെഫിനിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഡെഫിനിറ്റ് യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു ആ ഒരു കാര്യം, അല്ലെങ്കിൽ അതിന്റെ ഒരു ബേസ് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കുക. ദ ഈസ് ദ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഇൻ ഇംഗ്ലീഷ്. നമ്മുടെ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഗ്രാമറിൽ ദ ആണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. അപ്പൊ മറ്റേത് രണ്ടും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. It is used before singular or plural nouns when the speaker and the listener both know what is being referred to. ഇവിടെ എന്താ പറയുന്നത്? ആർട്ടിക്കിൾ ദ നമുക്ക് സിംഗുലർ നൗണിന്റെ കൂടെയും പ്ലൂറൽ നൗൺസിന്റെ കൂടെയും യൂസ് ചെയ്യാം. സിംഗുലറിന്റെ കൂടെ മാത്രമേ അല്ലെങ്കിൽ പ്ലൂറലിന്റെ കൂടെ മാത്രമേ എന്ന് യാതൊരു കാര്യവും ഇല്ല, അല്ലെങ്കിൽ അങ്ങനത്തെ നിർബന്ധം ഒന്നുമില്ല. ഇവിടെ എന്താണ് വേണ്ടത്? നമ്മുടെ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ അത് സിംഗുലർ നൗൺസിന്റെ കൂടെയും പ്ലൂറൽ നൗൺസിന്റെ കൂടെയും നമ്മൾ ഉപയോഗിക്കും. സിംഗുലറിന്റെ കൂടെയും പ്ലൂറൽ നൗൺസിന്റെ കൂടെയും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഈ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ ദ. പക്ഷെ എയുടെയും ആൻഡേയും കാര്യത്തിൽ അത് അങ്ങനെ വരില്ല. അപ്പൊ ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സിംഗുലറും പ്ലൂറലും ആണെങ്കിൽ അവിടെ നമുക്ക് ആർട്ടിക്കിൾ ദ സിംഗുലറിന്റെ കൂടെയും യൂസ് ചെയ്യാം, പ്ലൂറലിന്റെ കൂടെയും ആർട്ടിക്കിൾ ദ യൂസ് ചെയ്യാം. ആൻഡ് നമുക്ക് പറയുന്ന ആൾക്ക് സ്പീക്കർ, പറയുന്ന ആളാണ് സ്പീക്കർ, അതുപോലെ കേൾക്കുന്ന ആളാണ് ലിസണർ. ഇപ്പൊ ഞാൻ സ്പീക്കറും നിങ്ങൾ ലിസണറുമാണ് അല്ലേ. യെസ്. അപ്പോ പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും ഈ പറയുന്ന നൗണിനെ പറ്റി അറിയാമെങ്കിൽ നമുക്ക് ആർട്ടിക്കിൾ ദ യൂസ് ചെയ്യാം. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ് ഐ വോണ്ട് ദ ബുക്ക് എന്ന് പറയണം. അപ്പൊ എനിക്കറിയാം ആ ബുക്ക് ഏതാണെന്ന്. ഞാനൊരു സ്പെസിഫിക് ബുക്ക്, ചിലപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞൊരു ബുക്കിനെ പറ്റി ആയിരിക്കും. അപ്പൊ ഞാൻ പറയണ ഐ വോണ്ട് ദ ബുക്ക് എന്ന് പറയാണ്. പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ ആ ബുക്കിനെ പറ്റി അറിയില്ല. അപ്പൊ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റില്ല അല്ലേ. പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും ആ ഒരു ബുക്കിനെ പറ്റി അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? ആർട്ടിക്കിൾ ദ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഹിയർ ആർ ദ മെയിൻ യൂസസ് ഓഫ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ ദ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട കുറച്ച് കേസസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം അതിൽ നമുക്ക് ഡിറ്റർമിനൻസിന് കുറച്ചൊരു കേസസും കൂടെ ഉള്ളൂ അതിനകത്ത് പഠിക്കാനായിട്ട്.
അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഡെഫിനറ്റ് ആർട്ടിക്കിൾ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്ന ഡിറ്റർമിനേഴ്സ് അത് നൗണിനെ മോഡിഫൈ ചെയ്തു നമ്മൾ കണ്ടു. അതുപോലെ തന്നെ യെസ് ഇതിനെ സ്പെസിഫൈ ചെയ്യാൻ, നൗണിനെ സ്പെസിഫൈ ചെയ്യാനായിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ഡിറ്റർമിനേഴ്സിന് 4 ടൈപ്പ് ഉണ്ട്. അതിൽ ആദ്യത്തേതാണ് ആർട്ടിക്കിൾസ്. ആർട്ടിക്കിൾസ് ഡിറ്റർമിനേഴ്സ് ആണ്. ആൻഡ് നോക്കുക, ആർട്ടിക്കിൾസിൽ 2 എണ്ണമുണ്ട്. ആർട്ടിക്കിൾസിനെ നമ്മൾ രണ്ടായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യത്തേതാണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഇനി ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എവിടേക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ സിംഗുലർ ആണ് എന്ന് കാണിക്കാൻ, അല്ലെങ്കിൽ ഒരു കാര്യം പ്ലൂറൽ ആണെന്ന് കാണിക്കാനും നമ്മൾ യൂസ് ചെയ്യും. ആൻഡ് സ്പീക്കറിനും ലിസണറിനും ഒരു കാര്യത്തെ പറ്റി അല്ലെങ്കിൽ നൗണിനെ പറ്റി അറിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ആൻഡ് അഡീഷണൽ ആയിട്ട് ഒരു പോയിന്റും കൂടെ പറയാം, അത് നമ്മളിനി കാണും. യെസ് നമ്മുടെ ഈ റൂൾ ഇതിൽ അതിന്റെ യൂസസിൽ തന്നെ നമുക്ക് നോക്കാം. ഓക്കെ, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ മെയിൻ യൂസസ് ആണെന്ന് കണ്ടു. ജസ്റ്റ് അതിനൊരു ജനറൽ കേസ് നമ്മൾ കണ്ടു. ഇനി എവിടേക്കാണ് നമ്മൾ മെയിൻ ആയിട്ടും അല്ലെങ്കിൽ പ്രധാനമായിട്ടും നമ്മൾ സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എവിടേക്കാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം അല്ലേ? യെസ്, ഒന്നാമത്തേത് സ്പെസിഫിക് നൗൺസ്. The is used before specific nouns that both the speaker and the listener are familiar with. Yes. ഇവിടെ എന്താ പറയുന്നത്? നമ്മൾ നേരത്തെ ആർട്ടിക്കിളിന്റെ ഒരു യൂസ് തന്നെ കണ്ടപ്പോൾ അതിനകത്ത് നമ്മൾ കണ്ടു, എന്തെങ്കിലും ഒരു കാര്യം സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ആർട്ടിക്കിൾ ദ, അല്ലെങ്കിൽ നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ അല്ലേ? അപ്പോ ദ നമുക്ക് ഈ പറഞ്ഞതുപോലെ സ്പെസിഫൈ ചെയ്യാനായിട്ട് ഈ ഒരു എക്സാമ്പിൾ പറയാവേ. ദിസ് ഈസ് the orange which I bought. This is the orange which I bought. ഇവിടെ എന്തുകൊണ്ടാണ് ഞാൻ ഓറഞ്ചിന് മുമ്പ് ആൻ യൂസ് ചെയ്യാണ്ട് ആർട്ടിക്കിൾ ദ യൂസ് ചെയ്തത്? കാരണം അവിടെ ഞാൻ ആ ഓറഞ്ചിനെ സ്പെസിഫൈ ചെയ്യാണ് അല്ലേ? ഏതെങ്കിലും ഒരു ഓറഞ്ചിനെ പറ്റി അല്ല ഞാൻ പറയുന്നത്, പിന്നെയോ ഞാൻ വാങ്ങിയ ആ ഓറഞ്ചിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ദിസ് ഈസ് ദ ഓറഞ്ച് വിച്ച് ഐ ബോട്ട്. ഇനി വെറുതെ ഒരു ഓറഞ്ചിനെ പറ്റി പറയുകയാണെങ്കിലോ ദിസ് ഈസ് ആൻ ഓറഞ്ച് എന്ന് ഞാൻ പറയാം, ഇതൊരു ഓറഞ്ച് ആണ് എന്ന് പറയാം. പക്ഷേ ഇവിടെ വെറുതെ ഒരു ഓറഞ്ചിനെ പറ്റിയല്ല പറയുന്നത്, ഏതെങ്കിലും ഒരു ഓറഞ്ചിനെ പറ്റിയാണോ പറയുന്നത്. ഞാൻ വാങ്ങിയ ഓറഞ്ചിനെ സ്പെസിഫൈ ചെയ്ത് ഞാൻ പറയുന്നത് കൊണ്ട് ഞാൻ അതിനെ എടുത്ത് പറയുകയാണ്, ദിസ് ഈസ് ദ ഓറഞ്ച് വിച്ച് ഐ ബോട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ നൗൺസിനെ സ്പെസിഫൈ ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? ആർട്ടിക്കിൾ ദ യൂസ് ചെയ്യും. ആർട്ടിക്കിൾ ദയുടെ ആദ്യത്തെ യൂസ് പറയുന്നത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. The cat is on the roof. The cat is on the roof. ഇവിടെ 2 ആർട്ടിക്കിൾ ദ യൂസ് ചെയ്തിട്ടുണ്ട് ഒരു സെന്റൻസ്. നമുക്ക് അങ്ങനെ 2 എണ്ണം യൂസ് ചെയ്യാൻ ഒന്നും കുഴപ്പമില്ല കേട്ടോ. കാരണം ചില വേർഡ്സ് നമ്മൾ പറയുമ്പോൾ 2 എണ്ണം ഒരു സെന്റൻസിൽ യൂസ് ചെയ്യാൻ പാടില്ലെന്ന് പറയും. ആർട്ടിക്കിൾസിന്റെ കാര്യത്തിൽ യാതൊരു കുഴപ്പമില്ല, നമുക്ക് ഒരു സെന്റൻസിൽ 2 എണ്ണം യൂസ് ചെയ്തുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. ഓക്കെ, യെസ്, ദ കാറ്റ് ഈസ് ഓൺ ദ റൂഫ്. ദ കാറ്റ് ദ റൂഫ്. കണ്ടോ ഇവിടെ ക്യാറ്റ്, ഈ ക്യാറ്റ് ചിലപ്പം നമ്മുടെ വീട്ടിലെ ക്യാറ്റ് ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്യാറ്റ് ആണെങ്കിൽ എ ക്യാറ്റ് ഈസ് ഓൺ ദ റൂഫ് എന്നായിരിക്കും നമ്മൾ പറയാം. ഏതോ ഒരു ക്യാറ്റ്, എ ക്യാറ്റ് എന്നേ നമ്മൾ പറയും. പക്ഷേ നമുക്ക് അറിയാവുന്ന പൂച്ചയാണ്. ഇപ്പൊ ഞാൻ പറയുമ്പോൾ എനിക്കും അല്ലെങ്കിൽ ലിസണറിനും അറിയാവുന്ന പൂച്ചയായിരിക്കും. ഇപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ പറയാണ് ദ ക്യാറ്റ് ഈസ് ഓൺ ദ റൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? നമ്മുടെ പൂച്ചയായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന പൂച്ചയായിരിക്കും. ഏത് റൂഫിലാണ് പോകുന്നത്? നമ്മുടെ റൂഫിലാണ് അല്ലേ? അപ്പൊ ഈ ക്യാറ്റും റൂഫും എല്ലാം നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് നമ്മളവിടെ സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. ഇനി എ ക്യാറ്റ് ഈസ് ഓൺ എ റൂഫ് എന്ന് പറഞ്ഞാലോ ഏതോ ഒരു പൂച്ച ഏതോ ഒരു റൂഫിൽ ആണെന്നേ അവിടെ മീൻ ചെയ്യുള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നു ദ ക്യാറ്റ്, നമ്മുടെ പൂച്ചയില്ലേ അത് റൂഫിലുണ്ട്. ഏത് റൂഫിലാണ്? നമ്മുടെ റൂഫിൽ. ഓക്കെ, ഇവിടെ രണ്ടും എ വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്താൽ നോക്കിക്കേ, നമുക്ക് അങ്ങനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എ വെച്ച് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? എ വെച്ച് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എ ക്യാറ്റ് ഈസ് ഓൺ ദ, അല്ലെങ്കിൽ എ ക്യാറ്റ് ഈസ് ഓൺ ഈ റൂഫ് എന്ന് പറഞ്ഞാലോ സംഭവം തെറ്റൊന്നുമില്ല, സെന്റൻസിൽ യാതൊരു തെറ്റുമില്ല, പക്ഷേ മീനിങ് മാറിപ്പോവും. ഓക്കെ, നമുക്ക് അപ്പൊ ആദ്യത്തെ യൂസ് കണ്ടു. ഇനി നമുക്ക് നമ്മുടെ ഡെഫിനറ്റ് ആർട്ടിക്കിളിന്റെ അടുത്ത യൂസസും കൂടെ നമുക്കൊന്ന് നോക്കാം. യുണീക്ക് ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ പറയുമ്പോൾ അവിടെ ആർട്ടിക്കിൾ ദ യൂസ് ചെയ്യണം. യുണീക്ക് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ സെലസ്റ്റിയൽ ബോഡീസ് ഒക്കെ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? അവിടെ ആർട്ടിക്കിൾ ദ വെച്ചിട്ടാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ദ സൺ, ദ മൂൺ, ദ എർത്ത്, ഇതൊക്കെ എന്താണ്? ഇവിടെ എല്ലാം നമ്മൾ ആർട്ടിക്കിൾ ദ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്.
the sun. Yes, the sun. The sun എന്ന് പറയും. Yes. Okay, the sun എന്ന് നമ്മൾ പറയും. The moon എന്ന് നമ്മൾ പറയും. പിന്നെയോ the sun, the moon, പിന്നെ എന്ത് പറയും? The sun, the moon, പിന്നെ the earth. ഇതൊക്കെ നമുക്ക് അവിടെ പറയാവുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. The sun, the moon, ഇതെല്ലാം യുണീക്ക് ഒബ്ജക്ട്സ് ആണ് അല്ലേ? Yes, it is used for unique objects or things that have only one specific instance. അതായത് സൺ എന്ന് പറഞ്ഞാൽ ഒരെണ്ണമേ ഉള്ളൂ. യുണീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അതുപോലെ മറ്റൊന്നില്ല അല്ലേ? ഒറ്റ സണ്ണല്ലേ ഉള്ളൂ, ഒരു മൂണല്ലേ ഉള്ളൂ, ഒരു എർത്ത് അല്ലേ ഉള്ളൂ. നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെലസ്റ്റിയൽ ബോഡീസ് ഒക്കെ നമ്മൾ എന്തായിട്ടാണ് യൂസ് ചെയ്യുന്നത്? അതൊക്കെ യുണീക്ക് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനത്തെ സൺ, മൂൺ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ആർട്ടിക്കിൾ ദ യൂസ് ചെയ്യണം. പിന്നെ ഹീസ് ദ പ്രസിഡന്റ് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്നല്ലേ ഉള്ളൂ, ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ദ യുണൈറ്റഡ്. അപ്പൊ ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ മുമ്പിൽ ആർട്ടിക്കിൾ ദ യൂസ് ചെയ്യാൻ ഇത് യുണീക്ക് ആയിട്ട് മാത്രമല്ല, യുണീക്ക് ആയതുകൊണ്ട് മാത്രമല്ല ആർട്ടിക്കിൾ ദ ഇവിടെ യൂസ് ചെയ്തത്. ഇവിടെ ഇല്ലാത്തൊരു കേസും കൂടെ ഞാൻ പറയാം. ഓക്കെ, അതായത് നമ്മൾ ഇപ്പം ഏതെങ്കിലും പറഞ്ഞു വരുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് ആണ് നമ്മൾ പറയുന്നതെങ്കിൽ, ഒരു ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് ആണ് നമ്മൾ പറയുന്നതെങ്കിൽ അവിടെ നമുക്ക് ആർട്ടിക്കിൾ ദ മസ്റ്റ് ആയിട്ടും യൂസ് ചെയ്യാം. ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് ആണെങ്കിൽ മസ്റ്റ് ആയിട്ടും എന്ത് യൂസ് ചെയ്യാം? ആർട്ടിക്കിൾ ദ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഗ്രൂപ്പ് ഓഫ് കൺട്രീസ്. അപ്പൊ യുണൈറ്റഡ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് വരുന്നത്? യുണൈറ്റഡ് എന്ന് പറയുമ്പോൾ അത് ഗ്രൂപ്പാണ്, യുണൈറ്റഡ് ഗ്രൂപ്പാണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ആർട്ടിക്കിൾ ദ യൂസ് ചെയ്തു. ഇനി ഇവിടെ അത് കേസ് മാത്രമല്ല, ആർട്ടിക്കിൾ ദ ഒരേ കേസ് നമ്മൾ രണ്ട് രീതിയിലല്ലേ, രണ്ട് കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഉപയോഗിച്ചു. യുണീക്ക് ആണ്, അത് മാത്രമല്ല ഗ്രൂപ്പാണ്. ഹീസ് ദ പ്രസിഡന്റ് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സ്പെസിഫൈ ചെയ്തു. കണ്ടോ, ഒരു എക്സാമ്പിളിൽ എന്തുമാത്രം ആർട്ടിക്കിൾസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇതിന് പിന്നിൽ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. നമ്മൾ സെന്റൻസ് എഴുതുമ്പോൾ ഇങ്ങനെയേ എഴുതുള്ളൂ, പക്ഷെ അതിന്റെ പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടോ നമ്മൾ ചിന്തിച്ച് കാണത്തില്ല അല്ലേ? ഓക്കെ, യെസ്. അപ്പോൾ ഇപ്പൊ നമുക്ക് അതും കൂടെ മനസ്സിലായി അല്ലേ? ഓക്കെ, ഇപ്പൊ യുണീക്ക് ആയിട്ടുള്ള ഒബ്ജക്ട്സിന്റെ കൂടെ ആർട്ടിക്കിൾ ദ നമ്മൾ യൂസ് ചെയ്യും. ഇനി സൂപ്പർലേറ്റീവ് ഡിഗ്രീസ്. സൂപ്പർലേറ്റീവ് ഡിഗ്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് സൂപ്പർലേറ്റീവ് ഡിഗ്രീസ് അല്ലെങ്കിൽ സൂപ്പർലേറ്റീവ് അഡ്ജക്റ്റീവ്സ്? അഡ്ജക്റ്റീവ്സ്, നമുക്ക് അഡ്ജക്റ്റീവ്സിൽ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അല്ലെങ്കിൽ അഡ്ജക്റ്റീവ്സിൽ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റും. അതായത് നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടി അഡ്ജക്റ്റീവ്സിനെ യൂസ് ചെയ്യുന്നു. അതിനാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറയുന്നത്. നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാ വരുന്നത് നമുക്ക് നോക്കാം. നമുക്ക് 3 ടൈപ്പ് ഓഫ് ഡിഗ്രീസ് ആണ് ഉള്ളത്. ഒന്ന് പോസിറ്റീവ് ഡിഗ്രി, അടുത്തത് കമ്പാരിറ്റീവ് ഡിഗ്രി, ആൻഡ് ലാസ്റ്റ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. പോസിറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സെന്റൻസിൽ പ്രത്യേകിച്ച് കമ്പാരിസൺ ഒന്നും ഇല്ലെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്നത് പോസിറ്റീവ് ഡിഗ്രി ആണ്. ടോൾ, ഹി ഈസ് എ ടോൾ ബോയ്, അവനൊരു ടോൾ ആയിട്ടുള്ള ബോയ് ആണ്. അവിടെ ഹി എന്ന് പറയുന്ന നൗണിനെ ആരുമായിട്ട് കമ്പയർ ചെയ്തിട്ടില്ല. പക്ഷെ അടുത്ത കമ്പാരിറ്റീവ് ഡിഗ്രി നോക്കാം. ഹി ഈസ് ടോളർ ദാൻ ജോ, അവൻ ജോയിനേക്കാൾ ടോൾ ആണ് അല്ലെങ്കിൽ ജോയിനേക്കാൾ ടോളർ ആണ് എന്ന് നമ്മൾ പറയും. ഓക്കെ, അവിടെ ടോളർ എന്ന കമ്പാരിറ്റീവ് ഡിഗ്രി യൂസ് ചെയ്തു. ഇനി ഒരു സെന്റൻസിൽ 2ൽ കൂടുതൽ ആളുകളെ കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന ഡിഗ്രിയാണ് നമ്മുടെ ഈ കൊടുത്തിരിക്കുന്ന സൂപ്പർലേറ്റീവ് ഡിഗ്രി. സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ 2ൽ കൂടുതൽ ആളുകളെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പൊ ഈ സൂപ്പർലേറ്റീവ് ഡിഗ്രി നമ്മൾ 2ൽ കൂടുതൽ ആൾക്കാരെ അല്ലെങ്കിൽ വസ്തുക്കളെയൊക്കെ കമ്പയർ ചെയ്യാൻ യൂസ് ചെയ്യുന്നു. ഏറ്റവും ഹയസ്റ്റ് ഡിഗ്രി ആണ് നമ്മുടെ സൂപ്പർലേറ്റീവ് ഡിഗ്രി. അതുകൊണ്ട് തന്നെ ഇതിനു മുമ്പ് ഈ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഒരു സെന്റൻസിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ആർട്ടിക്കിൾ ദ യൂസ് ചെയ്യും. ഷീ ഈസ് ദ ടോളസ്റ്റ് ഗേൾ ഇൻ ദ ക്ലാസ് അല്ലെങ്കിൽ ഇൻ ഹെർ ക്ലാസ്. ഇവിടെ ഇൻ ദ ക്ലാസ് നമ്മൾ സ്പെസിഫൈ ചെയ്തുകൊണ്ട് പറയുന്നതാണ്. ആ ക്ലാസ്സിലെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള കുട്ടി, ദ ടോളസ്റ്റ്. കണ്ടോ, ടോളസ്റ്റ്, ഫണ്ണിയസ്റ്റ്, ഫാസ്റ്റസ്റ്റ്, മോസ്റ്റ് ബ്യൂട്ടിഫുൾ, ബെസ്റ്റ്, ഇതിന്റെ കൂടെ ഒക്കെ ആർട്ടിക്കിൾ ദ യൂസ് ചെയ്യണം. അപ്പൊ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഒരു സെന്റൻസിൽ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ മസ്റ്റ് ആയിട്ടും എന്ത് യൂസ് ചെയ്യാം നമുക്ക്? യെസ്, അവിടെ മസ്റ്റ് ആയിട്ടും നമുക്ക് നമ്മുടെ ആരെ യൂസ് ചെയ്യാം? സൂപ്പർലേറ്റീവ് ഡിഗ്രീസ് വരുമ്പോൾ അവിടെ ആർട്ടിക്കിൾ ദ യൂസ് ചെയ്യണം.
ഓക്കെ, ഇനി ആർട്ടിക്കിൾ ദ യൂസ് ചെയ്യുന്ന അടുത്തൊരു കേസ് ഓർഡിനൽ നമ്പേഴ്സ്. അപ്പൊ ഈ ഓർഡിനൽ നമ്പേഴ്സ് അല്ലെങ്കിൽ നമ്പേഴ്സ് നമുക്ക് ചില ടെക്സ്റ്റിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതൊരു അഞ്ചാമത്തെ ഒരു കേസ് ആയിട്ട് നമ്മൾ പറയും 4 ടൈപ്പാണ് നമുക്കുള്ളതെന്ന് പറയും. അതിൽ ആദ്യത്തെയാണ് ആർട്ടിക്കിൾ. അതിൽ അഞ്ചാമത്തെ ഒരു സ്പെഷ്യൽ കേസ് ആയിട്ടാണ് നമ്മൾ കുറച്ച് ചില ടെക്സ്റ്റിലെങ്കിലും കാണുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല, കാരണം മെയിനായിട്ട് 4 ഉള്ളൂ. അതുകൊണ്ടാണ് ഇതിന്റെ കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓർഡിനൽ നമ്പേഴ്സ്, ആർട്ടിക്കിൾ ദ യൂസ് ചെയ്യേണ്ട അടുത്തൊരു കേസാണ് ഓർഡിനൽസിന്റെ കൂടെ, ഓർഡിനൽ നമ്പേഴ്സിന്റെ കൂടെ. The is used with ordinal numbers to indicate a specific position in a sequence. ഒരു സ്പെസിഫിക് പൊസിഷൻ. നമുക്ക് 2 ടൈപ്സ് ഓഫ് നമ്പേഴ്സ് ആണുള്ളത്. ഒന്ന് കാർഡിനൽ നമ്പേഴ്സും മറ്റേത് ഓർഡിനൽ നമ്പേഴ്സും. കാർഡിനൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2, 5, 7, 11, 15, 25, 45, 23 അല്ലെങ്കിൽ 20 എന്നൊക്കെ പറയില്ലേ, അങ്ങനെ വെറുതെ നമ്പേഴ്സ് പറയുന്നത് നമ്മൾ കാർഡിനൽ നമ്പേഴ്സ് പറയുന്നത്. പക്ഷെ ഓർഡിനൽ എന്ന് പറഞ്ഞാൽ 1st, 5th, 11th, 21st, 38th, 54th എന്ന് നമ്മൾ പറയില്ലേ, അതിനാണ് നമ്മുടെ ഓർഡിനൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഒരു സെന്റൻസിൽ ഓർഡിനൽസ് യൂസ് ചെയ്യുകയാണെങ്കിൽ, ഓർഡിനൽ നമ്പേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ മസ്റ്റ് ആയിട്ടും ആർട്ടിക്കിൾ ദ നമ്മൾ ഉപയോഗിച്ചിരിക്കണം. ദ ഈസ് യൂസ്ഡ് വിത്ത് ഓർഡിനൽ നമ്പേഴ്സ് to indicate a specific position in a sequence. ഒരു സീക്വൻസിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പൊസിഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ആർട്ടിക്കിൾ ദ യൂസ് ചെയ്യാം. എക്സാമ്പിൾ നോക്കാം. He finished the first chapter of the book. ആ ബുക്ക് നമ്മൾ അതുകൊണ്ടല്ല സ്പെസിഫൈ ചെയ്തത്, പക്ഷേ ഇവിടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ അത് ഓർഡിനൽ നമ്പർ ആണല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആർട്ടിക്കിൾ ദ അതിന്റെ കൂടെ ഉപയോഗിച്ചു. ഓർഡിനൽ നമ്പേഴ്സിന്റെ കൂടെ മസ്റ്റ് ആയിട്ടും നമ്മൾ ആർട്ടിക്കിൾ ദ യൂസ് ചെയ്യണം. ഓക്കെ അല്ലേ? ഓക്കെ, യെസ്. അപ്പൊ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യേണ്ട കുറച്ച് കേസസ് ആണ് നമ്മൾ കണ്ടത്. നമ്മൾ നോക്കുന്നത് ഡിറ്റർമിനേഴ്സ് ആണ്. അതിൽ ആദ്യത്തെ ഡിറ്റർമിനൻസ് ആണ് ആർട്ടിക്കിൾ. ആർട്ടിക്കിൾസിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ യൂസ് ചെയ്യേണ്ട ഒരു 4 കേസാണ് നമ്മൾ കണ്ടത്. പിന്നെ നമുക്ക് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് കിടക്കാണ്. ഓക്കെ, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ദ കഴിഞ്ഞു. പിന്നെ ആർട്ടിക്കിൾസിൽ ഏതൊക്കെയാണ് ബാക്കിയുള്ളത്? എയും ആനും. അപ്പൊ ഈ എയും ആനുമാണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. എയും ആനും. ഇനി നോക്കാം, എ ആൻഡ് ആൻ ആർ ദ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ഇൻ ഇംഗ്ലീഷ്. നമ്മുടെ ഇംഗ്ലീഷിൽ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് നമ്മുടെ എയും ആനും ആണല്ലേ. They are used before singular nouns. ശ്രദ്ധിക്കുക, they are used before singular nouns. സിംഗുലർ നൗൺസിന്റെ കൂടെ അല്ലെങ്കിൽ സിംഗുലർ നൗൺസിന് മുമ്പ് മാത്രമേ നമ്മൾ ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യുള്ളൂ. പക്ഷേയോ ഡെഫിനിറ്റിൽ എന്താണ് കണ്ടത്? സിംഗുലറിന്റെ കൂടെയും പ്ലൂറലിന്റെ കൂടെയും നമ്മൾ യൂസ് ചെയ്യുമെന്ന് കണ്ടു. പക്ഷേ നോക്കുക, സിംഗുലർ നൗൺസിന്റെ കൂടെ മാത്രമേ എയും ആനും യൂസ് ചെയ്യുള്ളൂ. ഒരെണ്ണമേ ഉള്ളൂ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എയും ആനും ഉപയോഗിക്കുന്നത്. ഒരൊറ്റ എണ്ണമേ ഉള്ളൂ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എയും ആനും ഒക്കെ നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, സോ ദേ ആർ യൂസ്ഡ് ബിഫോർ സിംഗുലർ നൗൺസ് ടു റെഫർ ടു എനി മെമ്പർ ഓഫ് എ ജനറൽ ഗ്രൂപ്പ്. ഇവിടെ എന്താ പറയാ, ഒരു ജനറൽ ഗ്രൂപ്പിന്റെ ഒരെണ്ണമേ ഉള്ളൂ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ പറയുന്ന എയും ആനും. The choice between A and an depends on the sound that follows the article. അപ്പൊ എയും ആനും ഞാൻ പറഞ്ഞു ഒരെണ്ണം എന്ന് കാണിക്കുക അല്ലെങ്കിൽ സിംഗുലർ ആയിട്ടുള്ളതിന്റെ കൂടെ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ദിസ് ഈസ് എ ബോയ് അല്ലെങ്കിൽ ഹീസ് എ ബോയ് അല്ലെങ്കിൽ ദിസ് ഈസ് ആൻ ആപ്പിൾ. ഓക്കെ, അല്ലെങ്കിൽ ദിസ് ഈസ് എ പെൻ. അങ്ങനെ നമുക്ക് ഒരെണ്ണമേ ഉള്ളൂ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എയും ആനും. ഇനി എ ആണോ യൂസ് ചെയ്യേണ്ടത് ആൻ ആണോ യൂസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ കാണും അല്ലേ. അപ്പൊ നമ്മൾ ചെറുപ്പത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട് എവിടെയാണ് ആനും എയും യൂസ് ചെയ്യേണ്ടതെന്ന്. യെസ്, ഇവിടെ പറയുന്നത് എന്താണ്? ദി ചോയ്സ് ബിറ്റ്വീൻ എ ആൻഡ് ആൻ ഡിപ്പെൻഡ്സ് ഓൺ ദ സൗണ്ട് ദാറ്റ് ഫോളോസ് ആർട്ടിക്കിൾ. സൗണ്ട്, ഈ സൗണ്ട് എന്നുള്ള വേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആർട്ടിക്കിളിന്റെ കേസിൽ. എന്തുകൊണ്ടാണ്? കാരണം ആർട്ടിക്കിൾ എയും ആനും ഇതിന്റെ മുമ്പിൽ നമുക്ക് ഏത് അല്ലെങ്കിൽ ഒരു നൗണിന്റെ മുമ്പിൽ എ യൂസ് ചെയ്യണോ ആൻ യൂസ് ചെയ്യണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് അതിന്റെ ആ ഒരു സൗണ്ട് വെച്ചിട്ടാണ്, നൗണിന്റെ സൗണ്ട് വെച്ചിട്ട്. ഫോർ എക്സാമ്പിൾ പെൻ എന്നൊന്ന് പറയുമ്പോൾ നമുക്ക് പെൻ സൗണ്ട് ആണ് വരുന്നത്. പെൻ സൗണ്ടിന് ആണ് വരുന്നത് അല്ലേ. ബുക്ക് സൗണ്ട് ആണ് വരുന്നത്. അപ്പോ ഇനി നമുക്ക് നോക്കാം, ഓറഞ്ച് ഓ സൗണ്ട് ആണ് വരുന്നത്.
അപ്പൊ ഇങ്ങനെ സൗണ്ട് വെച്ചിട്ട് വേണം നമ്മൾ ഒരിക്കലും ആ ഒരു നൗൺ തുടങ്ങുന്ന ഏത് ലെറ്റർ വെച്ചിട്ടാണെന്ന് നോക്കരുത്. നമ്മൾ ചെറിയ ക്ലാസ്സുകളൊക്കെ അങ്ങനെയായിരുന്നു ചെയ്തത്. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞല്ലേ. അപ്പോൾ ചെറുപ്പത്തിൽ നമുക്കത് ഓർത്തിരിക്കാൻ അങ്ങനെ അല്ലെങ്കിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസേ നമുക്ക് വരുവുള്ളായിരുന്നു. പക്ഷെ ഇനി നമുക്ക് അങ്ങനെയല്ല. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ പറയുന്ന എയും ആനും എല്ലാം, എ ആണെങ്കിലും ആൻ ആണെങ്കിലും അത് പ്രൊനൗൺസ് ചെയ്ത് നോക്കുക, സൗണ്ട് എങ്ങനെ വരും നോക്കുക. എന്നിട്ടാണ് എ ആണോ ആൻ ആണോ എന്ന് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ നോക്കാം. A is used before words that begin with a consonant sound. എന്താണ് ഈ കോൺസണന്റ്? കോൺസണന്റ് കൂടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എ ആണെന്ന് കണ്ടു. കോൺസണന്റ് സൗണ്ട്സിന്റെ കൂടെ യൂസ് ചെയ്യേണ്ടത് എ. അപ്പോ കോൺസണൻസ് എന്താണ്? കോൺസണന്റ് സൗണ്ട്സ് എന്താണ്? വവൽ സൗണ്ട്സ് നമുക്കറിയാം. അതായത് എ, ഇ, ഐ, ഒ, യു. ഇതാണ് വവൽ സൗണ്ട്സ് നമുക്കറിയാം. പക്ഷേ കോൺസണന്റ് സൗണ്ട്സ് എന്താണ്? ഈ വവൽ സൗണ്ട്സ് അല്ലാത്ത എല്ലാം കോൺസണന്റ് സൗണ്ട്സ് ആണ്. ഓക്കെ, വവൽസ് അല്ലാത്ത എല്ലാ സൗണ്ട്സും അത് കോൺസണന്റ് സൗണ്ട്സ് ആണ്. കോൺസണൻസ് ആണ് വവൽസ് അല്ലാത്ത സൗണ്ട്സ് എല്ലാം. ഓക്കെ, എ ഈസ് യൂസ്ഡ് ബിഫോർ വേർഡ്സ് ദാറ്റ് ബിഗിൻ വിത്ത് എ കോൺസണന്റ് സൗണ്ട്. കോൺസണന്റ് സൗണ്ട്സിന്റെ അല്ലെങ്കിൽ കോൺസണൻസിന്റെ കൂടെ ആണ് നമ്മൾ എ യൂസ് ചെയ്യുക. ഒരു എക്സാമ്പിൾ നോക്കാവേ. എ ക്യാറ്റ് ഈസ് എ ലവ്ലി പെറ്റ്. എ ക്യാറ്റ്, ഒരു ക്യാറ്റ് എന്ന് പറയുന്നത് ലവ്ലി അല്ലെങ്കിൽ വളരെ സ്നേഹമുള്ള ഒരു പെറ്റാണെന്നാണ് പറയുന്നത്. എ ക്യാറ്റ്, ക്യാറ്റ്, ക്യാറ്റ് എന്ന് പറഞ്ഞു നോക്കിക്കേ. ക്യാറ്റ്, ക്യാ അല്ലെ കാ സൗണ്ട് ആണ്. അപ്പൊ അവിടെ അത് കോൺസണന്റ് സൗണ്ട് ആണ്. ഇനി ലവ്ലി, ലാ, ലാ സൗണ്ട് ആണ് ലവ്ലിക്ക് വരുന്നത്. അതുകൊണ്ട് അവിടെ ആർട്ടിക്കിൾ എ കൊടുത്തു. എ പെൻ, എ പെൻ, കണ്ടോ? പെൻ എന്ന് വരുമ്പോൾ അവിടെ ഏത് സൗണ്ട് ആണ്? എ. എ പെൻ സൗണ്ട് ആണ്. അതുകൊണ്ട് അവിടെ ആർട്ടിക്കിൾ ദ കൊടുത്തു. അഗെയിൻ അടുത്ത്. അപ്പോൾ ആൻ നോക്കാം. ആൻ, അടുത്ത ആൻ ആണ്. ആൻ നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്? വവൽ സൗണ്ട്സിന്റെ കൂടെയാണ്. എ കോൺസണന്റ് സൗണ്ട്സ്, ആൻ വവൽ സൗണ്ട്സ്. ഷീസ് ആൻ ഓണസ്റ്റ് പേഴ്സൺ. ഇവിടെ എച്ച് വെച്ചിട്ടാണ് സൈലന്റ് ചെയ്യുന്നത്. എച്ച് വെച്ചിട്ടാണ് ഓണസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എച്ച് എന്ന ലെറ്റർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആൻ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സൗണ്ട് നോക്കുക. ഓണസ്റ്റ് എന്ന് പറഞ്ഞു നോക്കുക. അപ്പൊ ഓ സൗണ്ട് ആണ്. ഓണസ്റ്റ് ഓ സൗണ്ട് ആണ്. അതുകൊണ്ട് ആർട്ടിക്കിൾ ആന് അവിടെ യൂസ് ചെയ്യണം. ക്ലിയർ അല്ലേ? അപ്പോ നമ്മൾ ഡിറ്റർമിനേഴ്സ് കണ്ടു. ഡിറ്റർമിനേഴ്സിൽ ആദ്യത്തേതാണ് ആർട്ടിക്കിൾസ്. ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ നൗണിന് മുമ്പായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ആർട്ടിക്കിൾ രണ്ട് ടൈപ്സ് ഉണ്ട്, ഡെഫിനറ്റ് ആർട്ടിക്കിളും ഇൻഡെഫിനറ്റ് ആർട്ടിക്കിളും. ഡെഫിനറ്റ് ആർട്ടിക്കിൾ ഇത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഇവിടെ സിംഗുലറും ഉണ്ട്, പ്ലൂറലും ഉണ്ട്. അതുപോലെ തന്നെ യുണീക്ക് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ആണെങ്കിൽ നമ്മൾ അവിടെ ആർട്ടിക്കിൾ ദ യൂസ് ചെയ്യും. സൂപ്പർലേറ്റീവ്സിന്റെ കൂടെ ആർട്ടിക്കിൾ ദ യൂസ് ചെയ്യും. ഓർഡിനൽ നമ്പേഴ്സിന്റെ കൂടെയും ആർട്ടിക്കിൾ ദ നമ്മൾ യൂസ് ചെയ്യും. ഇനി നമ്മൾ നോക്കിയത് ഇൻഡെഫിനറ്റ് ആർട്ടിക്കിൾസ് ആണ്. അതിനുശേഷം നോക്കിയത് ഇൻഡെഫിനറ്റ് ആർട്ടിക്കിൾസ് ആണ്. ഇൻഡെഫിനറ്റ് ആർട്ടിക്കിൾസ് എയും ആനും ഉണ്ട്. എ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എയും ആനും നമ്മൾ കോമൺ ആയിട്ട് ഇൻഡെഫിനറ്റ് ആർട്ടിക്കിൾസ് യൂസ് ചെയ്യുന്നത് സിംഗുലർ നൗൺസിന്റെ കൂടെയാണ്. അപ്പൊ സിംഗുലർ നൗണിന്റെ കൂടെ ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യണം എന്നൊരു ചോദ്യം വരുമ്പോഴാണ് നമ്മൾ നോക്കുന്നത് എ എവിടെ യൂസ് ചെയ്യാം, ആൻ എവിടെ യൂസ് ചെയ്യാം. വവൽ സൗണ്ട്സിന്റെ കൂടെ ആനും കോൺസണന്റ് സൗണ്ട്സിന്റെ കൂടെ എയും വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. ആൻഡ് നമുക്ക് രണ്ടാമത്തെ ഡിറ്റർമിനറിലേക്ക് പോകാം.